കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കവിതകളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് ഭാഷകളെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത്. ഓരോ ഭാഷാതീരത്തും അലയടിച്ചുയരുന്ന കവിതകളുടെ മനോഹാരിത ഞാൻ കണ്ടിരുന്നു. ആകാശച്ചെരുവുകളിലെ ശോഭയേറിയ താരാജാലങ്ങളെപ്പോലെ എല്ലാ ഭാഷയുടെയും അനന്തരവിഹായസകളിൽ തിളങ്ങി നിൽക്കുന്ന കവിതകളുണ്ടാകും. ആശയത്തിനും അർത്ഥത്തിനും ചാരുതയാർന്ന പദപരിവേഷങ്ങളണിഞ്ഞ് വായനക്കാരെ വീണ്ടും വീണ്ടും തന്നിലേക്കാകർഷിക്കുന്ന കവിതാസുന്ദരികൾ. ഇപ്പോഴെന്തേ ഇതെല്ലാം പറയാൻ എന്നല്ലേ? മാർച്ച് 25 കവിതാ ദിനമാണ്. അക്ഷരങ്ങൾ കൊണ്ട് ആത്മാവിനകത്ത് അന്തോളം സൃഷ്ടിക്കുന്ന കവിതകളുടെ ദിനം. 2 കവിതകളെങ്കിലും വായിച്ചിരിക്കണം അന്ന് നിങ്ങൾ. ഇന്ന് 2026 മാർച്ച് 15 ഞായറാഴ്ച. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ പ്രിയോർ, ശബ്ദ സൗകുമാര്യത്തിൻ്റെ മറ്റൊരു മായാലോകം. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ചില വാക്കുകൾ തലച്ചോറിലേക്കല്ല, ചിന്തയിലേക്കും ആത്മാവിലേക്കുമാണ് ആഴ്ന്നിറങ്ങുക. വാക്കുകളിലെ ആത്മാർത്ഥതയാണ് ഓരോ വ്യക്തിത്വത്തിൻ്റെയും ശില്പഭംഗി. ഇന്ന് റേഡിയോ പ്രിയോറിലൂടെ നമുക്ക് സന്ദേശം നൽകുന്നത് സിബിൽ പി ജോസഫ് സർ. പ്രിയപ്പെട്ട കുട്ടികളെ, 2 മാസത്തെ അവധിക്കാലം തുടങ്ങിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ സാഹസിക യാത്ര പോലെയാണ്. ഈ സമയത്ത് നിങ്ങൾക്കുള്ള പഠനവും കളിയും സൃഷ്ടിയും ഒരുമിച്ച് കൊണ്ടുപോകണം. നല്ല പുസ്തകങ്ങൾ വായിക്കുക, ഒരു കഥ, ഒരാശയം, ഒരു പുതിയ ലോകത്തേക്ക് നിങ്ങളെ നയിക്കും. കരുത്തുള്ളവരായി മാറ്റുവാൻ പുസ്തകങ്ങൾ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുക, പക്ഷികളെ നിരീക്ഷിക്കുക. പ്രകൃതി നമ്മുടെ ഗുരുവാണെന്ന കാര്യം മറക്കരുത്. പ്രകൃതിയിൽ നിന്നും പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പഠനം. അതുപോലെ പുതിയ കാര്യങ്ങൾ നിരീക്ഷിക്കുക. പുതിയ കളികൾ, പുതിയ നൃത്തങ്ങൾ, പാട്ടുകൾ, പ്രോഗ്രാമുകൾ, ഇവയെല്ലാം നിങ്ങളുടെ മനസ്സുകളെ ചടുലമാക്കും. കൂടാതെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും സമയം ചെലവഴിക്കുക. മാതാപിതാക്കൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ നൽകുക. അവർ പറയുന്നത് അനുസരിക്കുക. ചുരുക്കുകയാണ്, ഓരോ ദിവസവും ചെറിയ വിജയം കണ്ടെത്താൻ ശ്രമിക്കുക. ഒരു ചെറിയ ചിരിയും ഒരു ചെറിയ പഠനവും എല്ലാം വലിയ സന്തോഷത്തിലേക്ക് നയിക്കും. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് 2 മാസത്തെ അവധിക്കാലത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓരോ വായനക്കാരൻ്റെയും കേൾവിക്കാരൻ്റെയും മനസ്സിനെ ആകാശങ്ങളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള കഴിവ് വാക്കുകൾക്കുണ്ട്. അതിന് സംഗീതത്തിൻ്റെ ലയം കൂടി ലഭിച്ചാലോ? കേൾക്കാം ഒരു മനോഹര ഗാനം. ആലപിക്കുന്നത് ആരാധ്യ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാട
പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരു കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നിതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. മിന്നും കിനാവിൻ തിരിയായെൻ മിഴിയിൽ ദിനം കാത്തുവയ്ക്കാമണയാതെ നിന്നെ ഞാൻ. ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വെച്ചിടാം വിലോലമാ. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായാ മഴവില്ല ഇനി എൻ വാനിൽ തിളങ്ങിനിയേ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്ന് മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. MT വാസുദേവൻ നായർ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം. ഗ്രാമീണ പശ്ചാത്തലത്തിൻ്റെയും മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളെയും ലളിതവും കാവ്യാത്മകവുമായ ഭാഷയിൽ ആവിഷ്കരിക്കുന്ന ആ രചനാശൈലിക്ക് പകരം വയ്ക്കാൻ മറ്റെന്തുണ്ട്? ഇതിഹാസ കഥയുടെ പശ്ചാത്തലത്തിൽ രചിച്ച രണ്ടാമൂഴം ഓർമ്മകളുടെ തീവ്രതയുറങ്ങുന്ന നോവലാണ്. അത് വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ പുസ്തക നിരൂപണം ഉറപ്പായും കേൾക്കണം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇവാഭിലാഷ്. രണ്ടാമൂഴം. MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. മഹാഭാരതത്തെ ഭീമൻ്റെ കാഴ്ചപ്പാടിലൂടെ പുനരാവിഷ്കരിക്കുന്ന മലയാളത്തിലെ ക്ലാസിക് നോവലുകളിൽ ഒന്നായ രണ്ടാമൂഴം MT വാസുദേവൻ നായരുടെ തൂലികയിൽ നിന്നാണ് ഈ അത്ഭുതം പിറന്നത്. ദൈവങ്ങളെയോ അതിമാനുഷിക ശക്തികളെയോ മാറ്റി നിർത്തി മഹാഭാരതത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും മനുഷ്യരായി കാണുന്ന ദർശനമാണ് ഇതിൻ്റെ പ്രത്യേകത. ഭീമൻ അനുഭവിക്കുന്ന വിവേചനങ്ങളും സ്നേഹത്തിനായുള്ള ആഗ്രഹവും അവൻ്റെ പരാജയബോധവുമൊക്കെ വായനക്കാരെ വല്ലാതെ സ്പർശിക്കുന്നു. ലളിതമായ ഭാഷയും ആഴമേറിയ കഥാപാത്ര ചിത്രീകരണവും കൊണ്ടുതന്നെയാണ് രണ്ടാമൂഴം ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട പുസ്തകമായി നിലനിൽക്കുന്നത്. ഭീമനും ദ്രൗപദിയും തമ്മിലുള്ള ആഴമേറിയ ബന്ധം ഇതിൽ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും അർജുനൻ്റെയും ധുനിഷ്ഠിരൻ്റെയും നിഴലിൽ നിൽക്കേണ്ടി വന്ന, എന്നാൽ ദ്രൗപദിയെ ഏറ്റവും അധികം സ്നേഹിച്ച ഭീമനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ മാതൃസ്നേഹം കൊതിച്ച കർണനും തൻ്റേതായ കാരണങ്ങളാൽ ദുഷ്ടനായി ചിത്രീകരിക്കപ്പെട്ട ദുര്യോധനനും ഒക്കെ ഈ നോവലിൻ്റെ പുതിയ മാനങ്ങൾ നൽകുന്നുണ്ട്. MTയുടെ ഭാഷാശൈലിയും ആഖ്യാന രീതിയും വായനക്കാരെ ആ കാലഘട്ടത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃത പണ്ഡിതയായ VK കാർത്യാനി അമ്മിയുടെയും മകളായ സുഗതകുമാരി. മലയാള സാഹിത്യത്തിലെ മറ്റൊരു പൊൻതൂവൽ. രാത്രിമഴയുടെ ഈ കവയത്രി എഴുതിയ ഒരു പാട്ട് പിന്നെയും എന്ന കവിത ശ്രീഹരിയുടെ ശബ്ദത്തിൽ. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കിയനങ്ങാതെ
പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിഞ്ഞു കിളികളില്ല. പതിവു പോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലട വെച്ചുയർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ. ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ. ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്. ഇരുളുണ്ട്, തുണയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താരങ്ങളുണ്ട്. ആ പാട്ടിലാഹ്ലാദത്തേനുണ്ട്, കനിവിഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ. ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഉരുകി ഒലിക്കുന്ന വേനൽ ചൂടിലേക്ക് ഒരു ഐസ്ക്രീമിൻ്റെ കുളിർമയുമായി എത്തുന്നു എലേന ബേസ്ലിൻ ജെബിൻ. ഐസ്ക്രീം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല, ഇങ്ങനെ വിശ്വസിച്ചവരാണ് നിങ്ങളെങ്കിൽ തെറ്റി. അതിനുള്ള വഴി ഞാനിപ്പോൾ പറയാം. 2 പാക്കറ്റ് ഓറിയോ വേണം. ബിസ്ക്കറ്റും ക്രീമും സെപ്പറേറ്റ് ചെയ്യാം. ബിസ്ക്കറ്റിൽ വെണ്ണ ചേർത്ത് പൊടിച്ചെടുക്കാം. ഇനി സ്ട്രെയിറ്റ് ടു ഫ്രിഡ്ജിൻ്റെ താഴെ. ഐസ്ക്രീമിനായിട്ട് 2 പാക്കറ്റ് പാലെടുത്തോ. ഇതിൽ പാൽപ്പൊടിയും ചേർത്ത് കുറുക്കിയെടുക്കുക. ഇതിൽ ആവശ്യത്തിന് പഞ്ചസാരയും ഇടണേ. ഈ ക്രീമിൻ്റെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യണം. ഇതിൽ പ്ലെയിൻ ബിസ്ക്കറ്റ് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യണം. 6 മണിക്കൂറിന് ശേഷം ഐസ്ക്രീം റെഡി. സമ്പ്രക്കായ ഗീതം എന്നാണ് സംഗീതം എന്ന വാക്കിനർത്ഥം. മനുഷ്യ മനസ്സിൽ ശാന്തിയും സന്തോഷവും നിറക്കുന്ന ശബ്ദങ്ങളുടെയും താളങ്ങളുടെയും മനോഹരമായ കോർത്തിണക്കലാണ് സംഗീതം. ശ്രുതി, താളം, ഭാവം എന്നിവ സംഗീതത്തിന് ദേവമാധുരി നൽകുന്നു. ഒരു ഗാനവുമായി എത്തുന്നു ദേവനന്ദ എൻ നായർ. കുഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മുടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ. അവളുടെ മിഴിയിൽ കരിമഷിയാളെ കനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞുതുള്ളി ഉറങ്ങി. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഓർമ്മകൾക്ക് വല്ലാത്തൊരു സുഗന്ധമാണ്. അത് തിരിച്ചു കിട്ടില്ലെന്നുറപ്പുള്ള ബാല്യകൗമാരത്തിലേതാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ചിതറിക്കിടക്കുന്ന ഓർമ്മകളെ പെറുക്കിക്കൂട്ടുകയാണ് ഗൗരി നന്ദ NS. ആളൊഴിഞ്ഞ ഊഞ്ഞാലിൽ 4 മണിക്കാറ്റ്.
വെയിലുണ്ണാൻ കാത്തിരിക്കുന്നു 4 മണിപ്പൂക്കൾ. ഓർമ്മകളുടെ നിറഭേദങ്ങളും പേറി മണ്ണിൻ മാറിൽ തലചായ്ച്ചുറങ്ങുന്ന കരിയിലക്കൂട്ടങ്ങൾ. പറമ്പിലെ അഴുകിത്തുടങ്ങിയ കൊക്കോ മരത്തിൽ ചാടിക്കളിക്കുന്നു ഉപ്പൻ. ഉമ്മറക്കോലായി നിറം മങ്ങിയ ആണിളകിയ ഒരു വീട്ടുപേര്, പുത്തൻ വീട്. വിശന്നു വലഞ്ഞ് പുഴ ഒഴുകുന്നുണ്ട്. നെഞ്ഞിനെരുങ്ങി ഉരുളൻ കല്ലുകൾക്കു മീതെ കടന്നു കയറുന്നുണ്ട്. പണ്ട് പുഴ വിഴുങ്ങിയ തീരം മെല്ലെ ചോർന്നു പോകുന്നുണ്ട്. ഉള്ളിൽ ഒതുക്കി വെച്ച പലതും ജീവൻ ഒതുക്കിപ്പിടിച്ച് ഒരു മഴക്കാലം മോഹിച്ച് ചെറുവെള്ളം നെഞ്ചോട് ചേർത്ത് സ്നേഹം കണ്ട് വിശന്നു വലഞ്ഞ് പുഴ ഇന്നും ഒഴുകുന്നുണ്ട്. നാളെ എന്തെന്നറിയാതെ ചവിട്ടുകൾ ഏറ്റുവാങ്ങി വളഞ്ഞ് വളഞ്ഞ്. പഞ്ചസാര 1 കിലോ, പിരിയൻ മുളക് 1/2 കിലോ. ലിസ്റ്റിൽ പിന്നെയുമുണ്ട് കുറേ സാധനങ്ങൾ. പൈസയും ലിസ്റ്റും പോക്കറ്റിൽ തന്നെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കി ഉറപ്പുവരുത്തി. കൂലിയായി കടയിൽ നിന്ന് വാങ്ങാൻ അനുവദിച്ചിട്ടുള്ള കപ്പലണ്ടി മിഠായിയുടെ മണം മനസ്സിൽ എവിടെയോ നിന്നോ മൂത്തു പൊങ്ങുന്നുണ്ട്. നേരം കുറച്ചായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരു സൈക്കിൾക്കാരനെയും കാണുന്നില്ലല്ലോ ദൈവമേ. നോക്കി നോക്കി കണ്ണു കഴിച്ചപ്പോൾ അതാ എവിടെയോ ഒരു സൈക്കിൾ മണിനാദം. കാളവണ്ടിയുടെ മണിക്കിലുക്കമല്ലെന്ന് ചെവി വട്ടം പിടിച്ച് ഉറപ്പുവരുത്തി. അല്ല, ഇത് സൈക്കിൾ തന്നെ. കാലുകൾക്ക് ഒരു പുതുജീവൻ വെച്ചതുപോലെ ഒരു ബലം. പതുക്കെ മുന്നോട്ട് നടന്നു. കുറച്ചുകൂടി നടന്നാൽ മാത്രമേ ആ പുളിമരത്തിൻ്റെ അടുത്ത് എത്തുകയുള്ളൂ. അപ്പോഴേക്കും സൈക്കിളുകാരൻ എത്തും. പിന്നെ ഒന്നും നോക്കണ്ട, സൈക്കിളിൻ്റെ കൂടെ മത്സരിക്കുന്നത് പോലെ ഒരൊറ്റ ചാട്ടം വെച്ച് കൊടുക്കണം. പുളിമരം കഴിഞ്ഞ് കുറച്ചു മുന്നോട്ട് പോയാൽ സൈക്കിളുകാരനെ മത്സരത്തിൽ ജയിക്കാൻ വിടണം. എന്നാലും എന്തിനാവും യക്ഷികൾ ഇങ്ങനെ പുളിമരത്തിൽ താമസിക്കുന്നത്? യക്ഷികൾ പുളിയറുത്ത് തിന്നാറുണ്ടാവുമോ? അറിയില്ല. പക്ഷേ പിള്ളേരുടെ രക്തമാണത്രേ അവർക്ക് കൂടുതൽ ഇഷ്ടം. കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി സഞ്ചിയിലാക്കി കയ്യിൽ ഒതുക്കി പിടിച്ചു. സഞ്ചിയുടെ കാത് കയ്യിൽ മുറുക്കി ഒരു കുരുക്ക് പോലെ ഇട്ടിട്ടുണ്ട്. ഓട്ടത്തിനിടയിൽ അതെങ്ങാനും താഴെ വീണാൽ തീർന്നു കഥ. തിരിച്ചു വരാൻ നേരം വന്നപ്പോൾ വേഗം സൈക്കിൾ കിട്ടി. എന്നാലും ഓട്ടത്തിന് അല്പം സ്പീഡ് കൂട്ടി. കാരണം ഇരുട്ടിനിപ്പോൾ വല്ലാത്തൊരു നിറമായിരിക്കുന്നു. എന്ന് മുതൽക്കാണോ ആ ഓട്ടം നിർത്തിയത് എന്നറിയില്ല. ഇന്നും ഒരു പുളിമരം തല ഉയർത്തി ആ റോഡരികിൽ നിൽപ്പുണ്ട്. ചെങ്കല്ല് റോഡ് മാറി താറിട്ട റോഡായി. ഓടുമേഞ്ഞ വീടുകൾ എല്ലാം എങ്ങോ പോയി മറഞ്ഞിരിക്കുന്നു. ഇന്നും യക്ഷികൾ അവിടെ തന്നെ ആവുമോ താമസം? അതോ കാലം മാറിയപ്പോൾ അവരും താമസം മാറിക്കാണുമോ? അറിയില്ല. പക്ഷേ ഇന്നും ആ കപ്പലണ്ടി മിഠായിയുടെ മനം മനസ്സിൽ എവിടെയോ മൂത്ത് പൊന്തി വരുന്നുണ്ട്. മഞ്ഞ് വീണ പാതയിൽ അവശേഷിച്ച കാൽപ്പാടുകളും മാഞ്ഞു തുടങ്ങുന്നു. ഓർമ്മകൾക്കു മീതെ കാലം കുത്തൊഴിഞ്ഞു വീഴുന്നു. ക്ലാവ് പിടിക്കുകയും വക്കുടയുകയും ചെയ്യുന്നു. ജ്വലിച്ചു നിന്നിരുന്ന ഓർമ്മകൾ നാളെയുടെ ഗോപുരങ്ങൾ കീഴടക്കാൻ ഇന്ന് ഇന്നലെയെ മറക്കുന്നു. അഴിഞ്ഞു വീഴുന്ന കണ്ണികൾ അവ മുറിച്ചു മാറ്റുന്നത് രക്തബന്ധങ്ങൾ എല്ലാം നാളേക്ക് വേണ്ടി മാത്രം. ഇന്നലെയുടെ ഓർമ്മകൾ അവയ്ക്ക് മീതെ മഞ്ഞു പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അമയ ജസ്റ്റിൻ. SSLC പരീക്ഷകളും 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലെ പരീക്ഷകളും കൃത്യതയോടും അച്ചടക്കത്തോടും കൂടെ നടന്നുവരുന്നു. 2026 സംസ്കൃത സ്കോളർഷിപ്പിന് നമ്മുടെ വിദ്യാലയത്തിലെ കുമാരി ദേവിക രഞ്ജിത്ത് അർഹയായി. ഹരിതസേന എക്കോ സയൻസ് സ്കോളർഷിപ്പിന് നമ്മുടെ വിദ്യാലയത്തിലെ ദേവനന്ദ KA, ഐലിൻ ട്രീസ ഷെൽജിൻ, വൈഗ രഞ്ജിത്ത്, നജ്മ KS, സാധിക ശ്രീകുമാർ എന്നിവർ അർഹരായി. സ്റ്റേറ്റ് ലെവൽ അബാക്കസ് എക്സാമിനേഷനിൽ സാധിക ശ്രീകുമാർ 1ാം റാങ്കോടെ മിന്നുന്ന വിജയം കരസ്ഥമാക്കി. വിജയിച്ച എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അവരെ അതിനായി ഒരുക്കിയ അധ്യാപകർക്കും റേഡിയോ പ്രിയോറിൻ്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ. നമ്മുടെ വിദ്യാലയത്തിൽ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിക്കുന്നു. ഫുട്ബോൾ, വോളിബോൾ, ഹോക്കി, അത്ലറ്റിക്സ്, തൈക്കൊണ്ടോ, കരാട്ടെ എന്നിവയ്ക്ക് വിദഗ്ധരായ അധ്യാപകരുടെ കീഴിൽ മികച്ച കോച്ചിങ്ങാണ് ലഭ്യമായിരിക്കുന്നത്. വിദ്യാലയത്തിൽ എല്ലാ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. സ്പോട്ട് അഡ്മിഷൻ കഴിഞ്ഞ ആഴ്ച നടന്നു. ഇതോടെ ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പ്രകാശം പറ്റിയ നിന്റെ കണ്ണുകൾക്ക് ഒരു കൈത്തിരിവട്ടം തെളിയിച്ചു തരാൻ കഴിഞ്ഞാൽ
വിഷാദമേറുന്ന നിന്റെ ചിന്തകളിലേക്ക് ഒരു നനുത്ത പുഞ്ചിരി സമ്മാനിക്കാൻ കഴിഞ്ഞാൽ, ശോഷിച്ചു തുടങ്ങിയ നിന്റെ വിരലുകളെ അനുകമ്പയോടൊന്ന് തലോടാൻ കഴിഞ്ഞാൽ, വിതുമ്പുന്ന നിന്റെ ആത്മാവിനെ എന്നിലേക്കൊന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ജന്മം വെറുതെയാകില്ല. ഇന്നത്തെ റേഡിയോ പ്രിയർ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം.